കാരണം ഞാൻ ഓൾറെഡി രാവിലെ ഞാൻ പലർക്കും പോയി സംസാരിച്ചു സാറേ, ഒരു പരാതിയും കാര്യങ്ങളും ഇല്ലയെന്ന് പറഞ്ഞാണ്. അപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ വന്ന് ചെയ്യുന്നത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങനെ വന്ന് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മളത് അനുസരിച്ചിട്ടുണ്ട്, കയറ്റി വെച്ച് എല്ലാം ചെയ്തു. സാറിൻ്റെ കോടയൊക്കെ ഒടിഞ്ഞു, പയ്യെ സൂക്ഷിച്ചിട്ടെടുക്കണം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് മേടിച്ച സാധനമാണ് അതൊക്കെ. എൻ്റെ ജീപ്പ് സാറേ, ഇതൊക്കെ ഞാൻ ഒരുപാട് ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുണ്ടായത്. ഇതൊക്കെ മേടിച്ചത് അതെല്ലാം നശിച്ചു പോകുന്നു സാറേ. അപ്പം സൂക്ഷിച്ച്. അപ്പം എന്തിനാണ് സാറേ നമ്മളെ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ നമ്മളെ വയറ്റിത്തടിക്കേണ്ട വല്ല കാര്യം നമ്മൾ ഒന്നിനും പോകുന്നില്ല. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സാറേ നമ്മളിത് ചെയ്യുന്നത്. നമ്മളിങ്ങനെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ച് ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നത്? ഞങ്ങൾ സാധാരണക്കാർക്ക് ജീവിക്കണ്ടേ ഈ നാട്ടിൽ? ഈ നാട്ടിൽ എത്രയോ കടകൾ ഇവിടെ ഉണ്ട്. ഒന്നും ആരും ഇത് മാത്രം ഇതാക്കണമെന്ന് എന്താണ് സാറേ പ്രശ്നം? ഞാൻ ആരോടൊരു ബുദ്ധിമുട്ടിനും പോകണില്ല. പ്ലീസ് സാറേ സഹായിക്കണം, ദ്രോഹിക്കല്ലേ സാറേ. അവരോട്ട് സംസാരിച്ചപ്പോൾ പരാതിയൊന്നും ഇല്ലാന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എൻ്റെ സാധനങ്ങളും എല്ലാം അവർ എടുത്തുകൊണ്ട് പോയി. എൻ്റെ ത്രാശ് കാര്യങ്ങൾ, എൻ്റെ തട്ടും കാര്യങ്ങളും ഇതെല്ലാം അവർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ ത്രാശ് കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ അവർ ഇവിടെ അവിടെ ലോഡിങ്ങിൽ ഒരാളൊരു പരാതി ചെയ്തായിരുന്നു. ഈ ലോഡിങ്ങിൽ അവൻ 500 രൂപ എന്ന് ചോദിച്ചു. അതും പറഞ്ഞു. അവൻ വന്നിട്ട് ഇവിടെ ഞാൻ റോഡ് അരികാണ്, വണ്ടി വന്ന് ഇടിക്കും, മറ്റേ പ്രശ്നമാണ്. കാരണം ഈ പാർട്ടി ഓഫീസിലെ ഒരു പാർട്ടിയാണ്. നമ്മളിത് ഇങ്ങനെ വന്ന് 500 രൂപ നമ്മൾക്ക് ഒന്ന് രാവിലെ വന്ന് ചോദിച്ചിട്ട് ഞാൻ കച്ചവടം, മഴയൊക്കെ ആണ്ട് കച്ചവടം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്ന് എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി. എൻ്റെ ത്രാശും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ, ഇത് മുനിസിപ്പാലിറ്റി ആണെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഷെഡ് നിൽക്കുന്നത് പോലും റോഡ് സൈഡിലാണ്. പല പ്രശ്നങ്ങളും, അതായത് ഇവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളും, ഇത്രയും റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്രയും കടകളും ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നിടത്തോളം നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാശ് കൊടുക്കുന്നില്ല. അതായത് രാവിലെ വന്നിട്ട് ഇപ്പം കണ്ടില്ലേ, അവർ വന്ന് ഇപ്പം ചെയ്തിട്ട് പോയ കാര്യമാണ്. നമ്മുടെ സാധനങ്ങൾ മുഴുവൻ എല്ലാം കൂടെ വലിച്ചു കാര്യം എടുത്തിട്ട് കണ്ടില്ലേ, എൻ്റെ തട്ടും കാര്യങ്ങളും, എൻ്റെ ത്രാസ്, എൻ്റെ കോട, ചക്കയെല്ലാം വലിച്ചു കാര്യം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാർഗം ചെയ്യുന്നത്. ഇതെല്ലാം വലിച്ചു കാര്യം എടുത്ത് വയ്ക്കുക. റോഡിൽ നിന്ന് ഇത്രയും അകത്തോട്ടാണ് നമ്മൾ ഇരുന്ന് കച്ചവടം. അതായത് ഈ സീസണിൽ ചക്കയുടെ പരിപാടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്രയും നമ്മൾ ഈ ഭാഗമെല്ലാം നമ്മൾ അത്രയും വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടാണ്. നമ്മൾ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ